എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് മാത്സിൻ്റെ 5ാമത്തെ യൂണിറ്റായ ദശാംശ രൂപങ്ങൾ. ഇതിന് മുന്നത്തെ 2 ഭാഗങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം, ചോദ്യോത്തരങ്ങൾ. ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെ 10, 100, 1000 ഇവ ഏതെങ്കിലും ഛേദമായ ഭിന്നസംഖ്യയായിട്ട് എഴുതുക. കുറച്ച് സംഖ്യകൾ ഇനി കൊടുത്തിട്ടുണ്ട്, ദശാംശ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഭിന്നസംഖ്യയായിട്ട് എഴുതാം. എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. 3.7 3 ഒരു കുത്തിട്ടിട്ട് എഴുതുക. 3.7 അതിന് ഭിന്നസംഖ്യയായിട്ട് 37/10. ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണെങ്കിൽ 10-1, അപ്പോൾ 10 എഴുതേണ്ടത്. ഇനി 3.07 മുകളിലത്തെ സംഖ്യ എഴുതേണ്ടത് 307/100. ഈ ദശാംശം കഴിഞ്ഞിട്ട് 2 പൂജ്യമാണ് വരുന്നത്, അപ്പോൾ 100 എഴുതാം. ഇനി 3.72, അപ്പോൾ 372/100. ഇനി 30.7 307.10. ദശാംശം കഴിഞ്ഞിട്ട് 7 എഴുതിക്കുന്നത്, അപ്പോൾ ഒരു സംഖ്യയുള്ളൂ, അപ്പോൾ 10. പിന്നെ 3.072 3.072 ഭിന്നസംഖ്യയായിട്ട് 3072/1000. ഈ ദശാംശം കഴിഞ്ഞിട്ട് 3 പൂജ്യമാണ് വരുന്നത്, അപ്പോൾ താഴെ 3 പൂജ്യം എഴുതുമ്പോൾ 1000 വരിക. ഇനി 37.3 37.2, അപ്പോൾ 372/10. 30.72 3072/100. ഇനി അടുത്തത് നോക്കാം. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം 51/10. ദശാംശ രൂപത്തിൽ ഭിന്നസംഖ്യ ദശാംശ രൂപത്തിൽ എഴുതാൻ, അപ്പോൾ 51/10 ദശാംശത്തിൽ എഴുതുമ്പോൾ ഒരു സംഖ്യയാണ് ദശാംശം കഴിഞ്ഞിട്ട് വരുന്നത് അല്ലേ. 10 എന്ന് പറയുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് ഒരു പൂജ്യമാണ് വരുന്നത്, അപ്പോൾ 5.1. ഇനി അടുത്തത് ഏതാ, 513/10. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്, ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയല്ലേ വരുന്നത്, അപ്പോൾ 551.3. ഇനി 513/100. അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് താഴെ ദശാംശമായിട്ട് വരുന്നത് 100ആണ്, അപ്പോൾ 2 സംഖ്യയാണ് ദശാംശം കഴിഞ്ഞിട്ട് വരുന്നത്, അപ്പോൾ 5.13. ഇനി 513/1000, അപ്പോൾ താഴെ ഉള്ളത് 1000ആണ്, അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് 3 പൂജ്യം വരണം, 3 സംഖ്യ വരണം, അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് വരേണ്ടതാണ് 513. അപ്പം ഒരു ഭംഗിക്ക് നമുക്കൊരു പൂജ്യം കൂടെ ഫ്രണ്ടിലിട്ട് കൊടുക്കാം, അപ്പോൾ 0.513. ഇനി 5130/1000, അപ്പോൾ എഴുതേണ്ടത് 5.130. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സ്കൂൾ വാർഷികത്തിന് ക്ലാസ് അലങ്കരിക്കുവാൻ അനു 8.5 മീറ്റർ തോരണവും സാറ 7.8 മീറ്റർ തോരണവും ഉണ്ടാക്കി. 2 പേരും കൂടി എത്ര നീളത്തിൽ തോരണം ഉണ്ടാക്കി? അതെങ്ങനെയാണെന്ന് നോക്കാം. സ്കൂൾ വാർഷികത്തിന് അനുണ്ടാക്കിയ തോരണം 8.5, അതിന് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 85/10. ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണ്, അപ്പോൾ താഴെ 10 എഴുതാം. സാറ ഉണ്ടാക്കിയ തോരണം, അപ്പോൾ 7.8 അപ്പോൾ 78/10. 2 പേരും കൂടി ഉണ്ടാക്കിയ തോരണത്തിൻ്റെ ആകെ നീളം 8.5 പ്ലസ് 7.8, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ നേരത്തെ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയില്ലേ, 85/10 പ്ലസ് 78/10, രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. 85 പ്ലസ് 78 നമ്മൾ ഒന്നിച്ച് കൊടുക്കുക 10, അപ്പോൾ എത്രയായി, 163 കിട്ടും. 163/10. ഇനി നമുക്കിതിനെ ദശാംശ രൂപത്തിൽ എഴുതാം. ദശാംശം 10 എഴുതിയിട്ടുള്ളത്, അപ്പോൾ ഒരു പൂജ്യമാണ്. ദശാംശം കഴിഞ്ഞിട്ട് ഒരു സംഖ്യ വരുന്നുള്ളൂ, അപ്പോൾ 16.3. അതാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കാം. അമലിൻ്റെ യൂണിഫോമിന് 2.25 മീറ്റർ തുണിയും സാഗറിന് 1.85 മീറ്റർ തുണിയും വേണം. 2 പേർക്കും കൂടി എത്ര മീറ്റർ തുണി വേണം? ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം കേട്ടോ. അമലിന് വേണ്ട തുണി 2.25 സമം, അത് നമ്മൾ ഭിന്നസംഖ്യയ്ക്ക് എഴുതുമ്പോൾ മുകളിലുള്ള പോയിൻ്റ് എടുത്ത് കളഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ 225. ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യയാണുള്ളത്, അപ്പോൾ താഴെ 100 എഴുതാം. അപ്പോൾ 225/100. സാഗറിന് വേണ്ട തുണി 1.85 സമം 185/100. 2 പേർക്കും കൂടി വേണ്ട ആകെ തുണി
2.25 പ്ലസ് 1.85 രണ്ടും കൂടെ പ്ലസ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ഭിന്നസംഖ്യയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 225 പ്ലസ് 185/100 സമം 410/100 സമം. അതിന് നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ താഴെ 100 അല്ലേ, 2 ദശാംശങ്ങളുടെ 2 പൂജ്യമാണ് വരുന്നത്. അപ്പോൾ 4.10 എന്ന് എഴുതാം. അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക്, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു ടിന്നിന് 2.85 കിലോഗ്രാം ഭാരമുണ്ട്. അതിൽ 12.5 കിലോഗ്രാം അരിയുണ്ട്. ടിന്നിനും അരിക്കും കൂടി എത്ര ഭാരമുണ്ട്? ടിന്നിൻ്റെ ഭാരം 2.85. അതിന് ഭിന്നസംഖ്യയ്ക്ക് എഴുതുമ്പോൾ 285/100. ദശാംശങ്ങളുടെ 2 പൂജ്യമാണ് വരുന്നത്. അപ്പോൾ 100 എഴുതാം. അരിയുടെ ഭാരം 12.5 സമം 125/10. അവിടെ ദശാംശം കണ്ടിട്ട് ഒരു പൂജ്യം വരുന്നുള്ളൂ. അപ്പോൾ 10 എഴുതി. ടിന്നിനും അരിക്കും കൂടിയുള്ള ആകെ ഭാരം കാണാനായിട്ട് ടിന്നിൻ്റെ ഭാരം അരിയുടെ ഭാരം പ്ലസ് ചെയ്യുക. 2.85 പ്ലസ് 12.5 പ്ലസ് ചെയ്യാം. ഇനി ഭിന്നസംഖ്യയ്ക്ക് എഴുതിയത് എഴുതണം. 285/100 പ്ലസ് നമ്മൾ താഴെ വരുന്ന സംഖ്യകൾ തുല്യമായിരിക്കണം. അവിടെ ഒരെണ്ണത്തിൽ ടിന്നിൻ്റെ 100ഉം അരിയുടെ ഭാഗത്ത് താഴെ 10ആണ് വരുന്നത്. അപ്പോൾ 10നെ നമ്മൾ 100 ആക്കി മാറ്റുക. 125നെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുക. താഴെ 10നെ 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് 10നെ ഗുണിക്കുമ്പോൾ 100 കിട്ടും. 125നെ ഗുണിക്കുമ്പോൾ 1250 കിട്ടും. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. 285 പ്ലസ് 1250/100 1535/100 കിട്ടും. അപ്പോൾ 15.35 എന്ന് എഴുതുക. ദശാംശം കഴിഞ്ഞിട്ട് 2 പൂജ്യം വരുന്നതിന് 15.35 എന്ന് എഴുതുക. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം നോക്കാം. ബഗുൾ ദിവസവും രാവിലെ 2.25 കിലോമീറ്ററും വൈകിട്ട് 1.5 കിലോമീറ്ററും വ്യായാമത്തിനായി നടക്കും. ബഗുൾ ദിവസവും വ്യായാമത്തിനായി എത്ര കിലോമീറ്ററാണ് നടക്കുന്നത്? നമുക്ക് ചെയ്ത് നോക്കാം ആൻസർ. രാവിലെ നടക്കുന്ന ദൂരം 2.25. അതിന് ഭിന്നസംഖ്യയ്ക്ക് എഴുതുമ്പോൾ 225/100. വൈകിട്ട് നടക്കുന്ന ദൂരം 1.5. 15/10. ഇവിടെ നോക്കിയാൽ മറ്റേത് 100ഉം ഇവിടെ 10ഉമാണ് താഴെ വരുന്നത്. 2 ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ദിവസവും നടക്കുന്ന ആകെ ദൂരം 2.25 പ്ലസ് 1.5. ഭിന്നസംഖ്യ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിനെ 10 കൊണ്ട് ഗുണിക്കുക. താഴെ രണ്ടും 100 തന്നെ വരണം. അപ്പോൾ 225/100 പ്ലസ് 150/100. അപ്പോൾ 150 എങ്ങനെയാണ് വന്നത്? 15/10നെ 10 × 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. 15 × 10നെ ഗുണിച്ചപ്പോൾ 100, 150 കിട്ടി. അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. 225 പ്ലസ് 150/100 സമം 375/100. 3.75 ആൻസർ ആയിട്ട് കിട്ടണം. ദശാംശം കണ്ട് 2 പൂജ്യമുള്ള കൊണ്ട്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 2 ചെറിയ കുപ്പികളിലായി 0.850 ലിറ്റർ 0.375 ലിറ്റർ വീതം തേനുണ്ട്. ഇതൊരു വലിയ കുപ്പിയിൽ ഒഴിച്ചു. വലിയ കുപ്പിയിൽ ഇപ്പോൾ എത്ര ലിറ്റർ തേനുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കുപ്പിയിലെ തേൻ 0.850. ഭിന്നസംഖ്യ രൂപത്തിലെഴുതുമ്പോൾ 850 ദശാംശം കഴിഞ്ഞിട്ട് 3 പൂജ്യങ്ങളുള്ളത് കൊണ്ട് 1000 എഴുതുക. 850/1000. രണ്ടാമത്തെ കുപ്പിയിലെ തേൻ 0.375 സമം 375/1000. അതും ദശാംശം കണ്ട് 3 പൂജ്യം വരാനും 1000 എഴുതി. വലിയ കുപ്പിയിലെ ആകെ തേൻ രണ്ടും കൂടെ ഒഴിച്ചപ്പോൾ ആകെ തേൻ 0.850 പ്ലസ് 0.375 പ്ലസ് ചെയ്യാം. ഈ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയ രണ്ട് സംഖ്യകളും കൂട്ടി നോക്കാം. 850/1000 പ്ലസ് 375/1000. 850 പ്ലസ് 375/1000 എന്ന് എഴുതാം. ഒരു ടോട്ടൽ ചെയ്യുമ്പോൾ 1225/1000 കിട്ടും. സമം 3 പൂജ്യം ദശാംശം കണ്ട് 3 പൂജ്യം വരുന്ന കാരണം 3 സംഖ്യ വിട്ടിട്ട് വേണം ദശാംശത്തിൻ്റെ കുത്തിടാനായിട്ട്. അപ്പോൾ 1.225. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. 14.7 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് 7.75 മീറ്റർ മുറിച്ചെടുത്താൽ ബാക്കിയുള്ള കമ്പിയുടെ നീളം എത്രയാണ്? ആകെ കമ്പിയുടെ നീളം 14.7 മീറ്റർ.
അതിന് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 147/10 ദശാംശങ്ങളുടെ ഒരു 0 വരുന്നതിന് 10 മുറിച്ചെടുത്ത നീളം 7.75 ഭിന്നസംഖ്യയ്ക്ക് എഴുതുമ്പോൾ 775/100. അതിന് നമ്മിനി മുകളിലത്തെ സംഖ്യേനെ നമ്മൾ 100 താഴെ 10 അത് 100 മാറ്റണം. 10നെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 100 കിട്ടും. മുകളിലെ സംഖ്യേനെ അതുപോലെ 10 കൊണ്ട് ഗുണിക്കണം. രണ്ടും തുല്യമായിരിക്കും ചെയ്യണം. അപ്പോൾ 1470 കിട്ടും. 1470/100 മൈനസ് 775/100 സമം 1470 മൈനസ് 775/100 സമം മൈനസാണ് ചെയ്യേണ്ടത്. ആകെ കമ്പിയുടെ നീളത്തിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തത് കുറച്ചാലല്ലേ ആകെയുള്ള എനിക്ക് കിട്ടുള്ളൂ. 695 കിട്ടും. 695/100 സമം ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യ വരുന്നത് കാരണം 100 താഴെ വന്നിരുന്നത്. അപ്പോൾ 2 സംഖ്യ കഴിഞ്ഞിട്ട് വേണം ദശാംശം എഴുതാം. അപ്പോൾ 6.95 അതാണ് ആൻസറായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ചാക്കിൽ 38.7 കിലോഗ്രാം അരിയുണ്ട്. അതിൽ നിന്ന് 12.350 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കി എത്ര കിലോഗ്രാം അരിയുണ്ട്? 38.7 ഉപയോഗിച്ചപ്പോൾ 12.350 നമുക്ക് ഉപയോഗിച്ചു. അപ്പോൾ ബാക്കി അതിന് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്താൽ നമുക്ക് ബാക്കി എത്ര കിലോഗ്രാം അരി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ചാക്കിലുള്ള അരി 38.7 അതിലെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 387/10 ഉപയോഗിച്ച അരി 12.350 അതിന് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 12,350/1000 കിട്ടും. അത് നമ്മൾ ഷോർട്ടാക്കി ഒന്നും കൂടെ ഒരു 0 നമുക്ക് കുറച്ചു. അപ്പോൾ 1235/100 1000ൻ്റെ ഒരു 0 കുറച്ചപ്പോൾ മുകളിലും താഴെയും നമ്മൾ 0 കളയണം. 0 വന്നാലാണ് കളയാൻ പറ്റിയത്. 1325 കിട്ടും. ഉണ്ട് അപ്പോൾ ഭിന്നസംഖ്യ നമ്മൾ ഛേദം 100 മാറ്റുന്നു. മുകളിലുള്ള 387ൻ്റെ താഴെയുള്ള ഛേദം 10 അതിനെ നമ്മൾ 100 മാറ്റണം. അപ്പോൾ 10നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 കിട്ടും. മുകളിലെ സംഖ്യേനെ അതുപോലെ ഗുണിക്കണം. നോക്കിയാൽ 387 × 10 താഴെ 10 × 10 ഗുണിച്ചപ്പോൾ 3870 കിട്ടും. താഴെ 100 കിട്ടി. എന്നിട്ട് വേണം ഭിന്നസംഖ്യ ഒന്ന് കുറയ്ക്കാൻ. ബാക്കിയുള്ള അരി കാണാനായിട്ട് ബാക്കിയുള്ള അരി 3870 മൈനസ് 1235 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2635/100 കിട്ടും. മൈനസാണ് ചെയ്യേണ്ടത്. ടോട്ടൽ നമുക്ക് തന്നിട്ട് അതിൽ യൂസ് ചെയ്തതും പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണ്. അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് 2 0 വരുന്നത് കാരണം അപ്പോൾ 2 സംഖ്യ വിട്ടിട്ട് വേണം ദശാംശൻ്റെ കുത്തെഴുതാൻ. അപ്പോൾ 26.35 കിട്ടും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററാണ്. നീളം 6.4 സെൻറ്റിമീറ്ററും വീതി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരത്തിൻ്റെ ചുറ്റളവ് 24, നീളം 6.4 സമം 64/10. ചതുരത്തിൻ്റെ വീതി ചുറ്റളവ് പറഞ്ഞാൽ 2 × നീളം പ്ലസ് വീതി ബ്രാക്കറ്റിൽ നമ്മൾ ചെയ്യാം. നീളം നമുക്ക് തന്നിട്ടുണ്ട് 24 എന്നുണ്ട്. ചുറ്റളവ് വന്നിട്ടുണ്ട്. നീളം കണ്ടുപിടിക്കാനായിട്ട് 24/2 നമ്മൾ 12 കൊണ്ടാക്കിയാൽ 12നെ പിന്നെ അയച്ചപ്പോൾ 6 അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വീതി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എഴുതുക 2 6.4 പ്ലസ് വീതി 24 വെറുതെ കണക്ക് കൂട്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ 12 മൈനസ് 6.4 സമം 120/10 മൈനസ് 64/10. 120നെ മൈനസ് 64 കൊണ്ട് ചെയ്തപ്പോൾ 56 കിട്ടും. 56/10. അതിന് നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതിയപ്പോൾ 5.6 അതാണ് വീതിയുടെ അളവ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുപ്പിയിൽ 2.50 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. അതിൽ നിന്ന് 0.475 ലിറ്റർ പാചകത്തിനെടുത്തു. ബാക്കി എത്ര ലിറ്റർ വെളിച്ചെണ്ണയുണ്ടെന്നാണ് ചോദ്യം. കുപ്പിയിലുള്ള വെളിച്ചെണ്ണ 2.50 അത് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 250/100. ദശാംശം കഴിഞ്ഞിട്ട് 2 0 വരുന്നത് കൊണ്ട് താഴെ നമ്മൾ 100 എഴുതി. ഉപയോഗിച്ച വെളിച്ചെണ്ണയുടെ അളവ് 0.475. അതിന് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയപ്പോൾ 475/100
1000 കിട്ടി. ദശാംശം കഴിഞ്ഞിട്ട് 3 പൂജ്യം വരുന്ന കാരണം താഴെ 1000. ബാക്കിയുള്ള വെളിച്ചെണ്ണയുടെ അളവ് കാണാനായിട്ട് ഈ രണ്ടെണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 2.50 മൈനസ് 0.475. ഇവിടെ നോക്കിയാൽ 2 ഭിന്നസംഖ്യയുടെ വ്യത്യാസമാണ് അല്ലേ അടിയിലുള്ളത് അംശം ഛേദം. അത് നമ്മൾ 1000 ആക്കി മാറ്റണം. 100 ഉള്ളൂ. ഇതിൽ വെട്ടിക്കളയാൻ പറ്റില്ല, മുകളിൽ 475 വരുന്നതിന്. അപ്പം മറ്റേത് 100ൽ നിന്ന് 1000 ആക്കി മാറ്റണം. അപ്പം അങ്ങനെ ചെയ്യാം. അതിന് 2500/1000 മൈനസ് 475/1000 മൈനസ് ചെയ്യുമ്പോൾ 2500 മൈനസ് 475/1000 എത്രയാണ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടണത്? 2025. 2025/1000. ഇനി അതിനെ ദശാംശ സംഖ്യയായിട്ട് എഴുതുമ്പോൾ 2.025 നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് എഴുതാം. ഇവിടെ താഴെ 3 പൂജ്യം വരുന്നത് കാരണം ദശാംശം കഴിഞ്ഞിട്ട് 3 സംഖ്യയാണ് വരുന്നത്. അതുകൊണ്ടാണ് 2.025. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി കഴിയും. 14.32 എത്ര കൂട്ടിയാൽ 16.43 നമുക്ക് കിട്ടും. കൂട്ടേണ്ട സംഖ്യയായിട്ട് എക്സ് നമുക്ക് എടുക്കാം. 2 സംഖ്യ തന്നിട്ടുണ്ടല്ലേ. 16.43 മൈനസ് 14.32. ഇത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് സംഖ്യ കിട്ടും. ഭിന്നസംഖ്യയ്ക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1643/100. ദശാംശം കണ്ട് 2 പൂജ്യം വരുന്നത് കാരണം 434 രണ്ടെണ്ണല്ലേ ഉള്ളൂ. 2 പൂജ്യം വരുന്നത് കാരണം താഴെ 100 എഴുതാം. പിന്നെ 14.32 ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുമ്പോൾ 1432/100 കിട്ടും. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ. അപ്പോൾ 1643/100 മൈനസ് 1432/100. അത് മുകളിലുള്ള 2 സംഖ്യ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ 1643 മൈനസ് 1432/100 സമം 211/100 കിട്ടും. 211 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദശാംശം കഴിഞ്ഞിട്ട് 2 പൂജ്യം വരുന്നത് കൊണ്ട് നമ്മൾ 2 സംഖ്യ മാറ്റിയിട്ട് വേണം ദശാംശത്തിൻ്റെ ചിഹ്നം എഴുതാനായിട്ട്. അപ്പോൾ 2.11. ദശാംശം കഴിഞ്ഞിട്ട് 2 സംഖ്യ വരുന്നുണ്ട്. അതുകൊണ്ട് 2.11. ഉത്തരമായിട്ട് വരുന്നത് 14.32 2.11 കൂട്ടിയാൽ 16.43 കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഈ 5ാമത്തെ യൂണിറ്റിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.